രാംദാസ് സർ. ഇവർ ക്ലാസ്മേറ്റ്സ് ആണോ? യെസ് സർ. തിക് ഫ്രണ്ട്സ് ഓൾസോ. പാരന്റ്സ്? എലീനയുടെയും കല്യാണിയുടെയും പാരന്റ്സ് വിദേശത്താണ്. ഗൗരി, ഷീസ് ഫ്രം എ പോർ ഫാമിലി. അച്ഛൻ ലോറി ഡ്രൈവർ, അമ്മ കുടുംബശ്രീയിൽ ജോലി ചെയ്യുന്നു. അവരെ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, ഫോർമാലിറ്റീസ് കഴിഞ്ഞെങ്കിൽ ബോഡി മോർച്ചറിയിലേക്ക് മാറ്റിക്കൊള്ളു. ഷുവർ സർ. കണ്ണു തുറക്ക്. നോക്കി, അച്ഛനും അമ്മ ഒരുമിച്ചാ വന്നത്. ഞങ്ങളുടെ പിണക്കൊക്കെ തീർന്നു. കണ്ണു തുറക്കണം. മിസ്റ്റർ വേലായുധൻ, അച്ചോ, എന്തിനാച്ചോ ഈ കുഞ്ഞുങ്ങളിത് ചെയ്തത്? ഞങ്ങളൊരു നോട്ടം കൊണ്ട് പോലും ഞങ്ങളുടെ മോളെ വേദനിപ്പിച്ചിട്ടില്ല. എന്നിട്ട് എന്തിനാച്ചോ ഞങ്ങളുടെ മോള്? ഞങ്ങൾക്കിത് ഒന്നേ ഉള്ളച്ചോ. പഠിച്ച് വലിയ ആളാവുമ്പോ ഞങ്ങളുടെ കഷ്ടപ്പാടുകളൊക്കെ മാറുമെന്ന് പറഞ്ഞതാ. എന്നിട്ട് അച്ഛൻ കണ്ടോ ഞങ്ങളുടെ മോള് പോയത്? ഫാദർ, 1 minute. ഈ കുട്ടികൾ സ്കൂളിൽ എങ്ങനെയായിരുന്നു? ഇവർ 3 പേരുവാ പഠിത്തത്തിൽ ഈ സ്കൂളിലെ ബെസ്റ്റ് സ്റ്റുഡൻസ്. മാത്രമല്ല നൃത്തത്തിൽ സംഗീതത്തിൽ മുൻപന്തിയിലുവാ. എനി ലവ് അഫയേഴ്സ്? ഏയ്, നെവർ. സർ, ഇത് ബോഡിയുടെ അടുത്ത് കിട്ടിയ മൊബൈലാണ്. ഇതിൽ കാണുന്ന 3 പേർ ഇവരുടെ ബോയ് ഫ്രണ്ട്സ് എന്ന് അറിയാൻ കഴിഞ്ഞത്. ഫർദർ എൻക്വയറിക്ക് വേണ്ടി അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവന്മാരെ കണ്ടാ പറയോ ഇതാണ് കയ്യിലിരിപ്പെന്ന്? എന്തായാലും ഭയങ്കര സംഭവമായി പോയി. എന്ത് ജോളിയായിട്ടാ ടൂറിന് പോയിട്ട് വന്നത്. ഇങ്ങനെ സംഭവിക്കുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇറ്റ്സ് ഓൾ ഗോഡ്സ് ഡിസിഷൻ. വി കാന്റ് ഡിനൈ ദാറ്റ്. കഷ്ടം. അവരുടെ വീട്ടുകാരിത് എങ്ങനെ സഹിക്കും? ഒരു കാര്യം പറയാലോ, ഇത്തിരി ഇളക്കം കൂടുതലായിരുന്നു ഈ 3നും. നിങ്ങളുടെ മകളാണോ മരിച്ചത്? അല്ലല്ലോ, പിന്നെന്തിനാ കരയുന്നത്? എല്ലാവരോടും കൂടി പറയാ, ചുമ്മാ കരഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലുള്ള ചില കാഴ്ചകൾ കാണുമ്പോ കരയുന്നതോടൊപ്പം അവരവരുടെ കുട്ടികൾക്ക് ഇത് സംഭവിക്കാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കണം. പണ്ടത്തെ കാലത്ത് വീട്ടിൽ പോലും ഫോണില്ല. പക്ഷെ കുട്ടികൾ കൃത്യസമയത്ത് സ്കൂളിൽ നിന്ന് തിരികെ വീട്ടിലെത്തും. അന്നന്ന് നടന്ന കാര്യങ്ങൾ അച്ഛനമ്മമാരോട് പറയും. അതങ്ങനെ ഇപ്പൊ അച്ഛനമ്മമാരും മൊബൈൽ ഫോൺ കൊണ്ടല്ലേ നടക്കുന്നത്. മക്കളുടെ കാര്യം നോക്കാൻ എവിടാ സമയം? കഷ്ടം. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ നൗ. ഓക്കേ. സർ, ഇത് ആത്മഹത്യ തന്നെയാണോ അതോ? നോ കമന്റ്സ്. ഫാദർ, യെസ്. എനിക്ക് കുട്ടികളുടെ മുഴുവൻ ഡീറ്റെയിൽസും വേണം. എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും. സർ, ആ 3 പേരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. രാംദാസ്, യു ടേക്ക് ദം ആൻഡ് ഡു ദ പ്രൊസീജിയേഴ്സ്. സർ. എന്തിനാണ് നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ കൊന്നത്? കുഞ്ഞുങ്ങളെ ആത്മഹത്യ ചെയ്തതോ? രാംദാസ്, അയാളെ പിടിച്ചു മാറ്റി. കേട്ടോ? എല്ലാം കേൾക്കാം. ഗുഡ് മോർണിംഗ്. എസ്പി ഓഫീസ്? ഇല്ല, അത് എത്തിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്കൊന്നും അറിയില്ല അല്ലേ? ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞല്ലേ സാർ? അടിയിട്ടിട്ട് അവന്റെ ധിക്കാരം കണ്ടില്ലേ സാർ? അത് ഞാൻ മാറ്റി കൊടുക്കാം. ഇത് നീയും എലീനയും അല്ലേ? അതെ സാർ. ഇത് നീയും കല്യാണിയും. അപ്പൊ ഇതോ? ഞാനാണ് സാർ. ഞാനും പറ. ഗൗരിയും. അപ്പൊ സമ്മതിച്ചു. ഓക്കെ, ഇനി പറ. ഈ പെൺകുട്ടികളുടെ നഗ്നചിത്രങ്ങൾ എങ്ങനെ അവരുടെ മൊബൈൽ ഫോണിൽ വന്നു?
പൊന്നം. ഉം. സർ, എന്തു പറയുന്നു ബിരുദന്മാര്? ഫോട്ടോയിലുള്ള ഇവന്മാരാണെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഉം. പക്ഷെ ആ നഗ്ന ചിത്രങ്ങൾ എങ്ങനെ ഇതിൽ വന്നു എന്ന് എത്ര ചോദിച്ചിട്ടും പറയുന്നില്ല. നിങ്ങൾ മൂവരും ആ പെൺകുട്ടികളുമായി പ്രണയത്തിലായിരുന്നു പറയുന്നത് സത്യമല്ലേ? ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. ഓക്കെ, അങ്ങനെ ഇഷ്ടം നടിച്ച് അവരെ പ്രലോഭിപ്പിച്ച് അവരുടെ ചിത്രങ്ങൾ പകർത്തി ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരുന്നില്ലേ നിങ്ങളുടെ ലക്ഷ്യം? പണത്തിന് വേണ്ടി. അയ്യോ സാർ, ഞങ്ങൾക്കൊന്നും അറിയില്ല. എത്ര മണിക്കാണ് ഇവരെ കോടതിയിൽ ഹാജരാക്കുന്നത്? സർ, 12 മണിക്ക്. ഓക്കെ, ദെൻ പ്രൊസീഡ്. ഇനി ഉപദ്രവിക്കണ്ട. ഇതിന്റെ പിന്നിൽ മറ്റു വല്ല സെക്സ് റാക്കറ്റും ഉണ്ടോന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. മൗണ്ട് അക്കാഡമി പബ്ലിക് സ്കൂളിന് ഒരാഴ്ചത്തെ അവധി നൽകുവാൻ അച്ഛൻ ഇനി ഞെളിഞ്ഞ് നടക്കാം. ഫൂളിന്റെ ഫൽപ്പേര് പോയി കിട്ടി. തന്നെ പോലെയുള്ളവരെ നിയമിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചു സൽപ്പേര് പോയി കിട്ടുമെന്ന്. എന്നെ പോലെ ഒരുത്തനെ കിട്ടാൻ ഫുകൃതം ചെയ്യണം. ഞാൻ പിയൂണ്ട പണി ചെയ്യണം, വാച്ചറിന്റെ പണി ചെയ്യണം, ചെടികൾക്ക് വെള്ളം അടിക്കണം, രാത്രിയാകുമ്പോ സ്മാളടിക്കണം. നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് മടുത്തു ഫാദർ. പുറത്തിറങ്ങി നടക്കാൻ വയ്യ. I think Anandu is innocent in this case. He is a good chap. He got 95% marks last year and also from an Orthodox family. അത് ശരി, ഞാൻ വിചാരിച്ച അവനേതോ നല്ല കുടുംബത്തിലേണെന്ന്. അല്ലല്ലേ? ഇനിയിപ്പോ പോലീസ് എൻക്വയറി, അതും എക്സാം എടുക്കാറായ സമയത്ത് കുട്ടികളെയൊക്കെ ചോദ്യം ചെയ്യുന്ന അറിഞ്ഞത്. ഇനിയെല്ലാം ഫേസ് ചെയ്യുക, അത്ര തന്നെ. ഫാദർ, അതുപോലെ സ്റ്റോപ്പ്. പ്രധാന വാർത്തകൾ വീണ്ടും. മൗണ്ട് അക്കാഡമി സ്കൂളിലെ പെൺകുട്ടികളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ. സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ സഹപാഠികളായ ആനന്ദു, ജോസ്, റഹീം എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. ഇവരെ 14 ദിവസം റിമാൻഡ് ചെയ്ത് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഈ 3 കുട്ടികളെയും സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി സ്കൂൾ അധികൃതർ അറിയിച്ചു. ഈ കേസിന്റെ അന്വേഷണത്തിനായി SP ശ്രീകാന്തിനെ നിയോഗിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.